യെസ്, എന്തായാലും അദ്ദേഹം ഒരുപാട് പരാതികളുമൊക്കെയാണ് കണ്ണൂരിൽ നിന്ന് എത്തിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തെ ഒരു ചായ കുടിക്കാൻ അനുവദിക്കും, അതിനുശേഷം അദ്ദേഹം കൃത്യമായി തന്നെ സംസാരിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ട്. കുറേ പരാതികളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ പോലീസിലുള്ള ചില ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, പരാതി എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ പരാതി കെട്ടുമായിട്ടാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്നിപ്പോൾ DGP വാർത്താസമ്മേളനം നടത്തുന്നതിനിടയിലേക്ക് തൻ്റെ പരാതിയുമായി വന്ന അദ്ദേഹത്തെ പോലീസുകാർ അനുനയിപ്പിച്ചുകൊണ്ട് ഗസ്റ്റ് റൂമിലേക്ക് മാറ്റുകയായിരുന്നു, വിസിറ്റേഴ്സ് റൂമിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്താണ് കഴമ്പുള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നത് 30 വർഷമായി അദ്ദേഹം പോലീസ് സേനയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായ ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ സിനിമയുമായി ബന്ധപ്പെട്ടല്ലാതെ ഇനിയും മറ്റെന്തൊക്കെയോ പരാതികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്നുള്ളതിലേക്കൊരു കൃത്യത വന്നിട്ടില്ല. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, അദ്ദേഹം വളരെ നാടകീയമായ വാർത്താ സമ്മേളനത്തിലേക്ക് കയറി വരുന്നു, പിന്നെ മാധ്യമങ്ങളെ കാണുന്നു. കാര്യമാത്ര പ്രസക്തമായ പരാതിയാണോ അദ്ദേഹത്തിൻ്റെത്? വിജിൻ, കേൾക്കാമോ? അദ്ദേഹം വാർത്താ സമ്മേളനം നടക്കുന്നതിന് ഇടയിലാണ് മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന ഈ DGPയുടെ വാർത്താ സമ്മേളന ഹാളിലേക്ക് എത്തിയത്. അത് മാധ്യമപ്രവർത്തകർ DGPയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് തന്നെ തനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 30 വർഷമായി താൻ സർവീസിലുള്ള ആളാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഇറങ്ങിയത്. തനിക്ക് മാധ്യമങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിരുന്നു. പുറത്ത് എത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ തിരക്കിയത്. അദ്ദേഹം ഒരു പരാതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം അഞ്ചരക്കണ്ടി കാവിൻമൂല, കണ്ണൂരിലെ അഞ്ചരക്കണ്ടി കാവിൻമൂല എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുകയായിരുന്നു. ഉത്തമൻ എന്ന ആളും ഒപ്പം തന്നെ 25ഓളം വരുന്ന മറ്റാളുകളും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളൊരു ഭാര്യ സാജിത എന്നുള്ള അവരുടെ പരാതിയുടെ പകർപ്പാണ് അയാൾ ഉയർത്തിക്കാട്ടിയത്. പക്ഷേ അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു തരത്തിലും അക്കാര്യം ഒന്നും വ്യക്തമാക്കുന്നില്ല. തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു വ്യക്തമല്ലാത്ത മറുപടിയാണ് നൽകുകയും ചെയ്തുള്ള ചില പോസ്റ്ററുകൾ ഉൾപ്പെടെ അദ്ദേഹം ഉയർത്തിക്കാണിച്ചിട്ടുണ്ട്. കണ്ണവും പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SIയെ CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത പരാതി അടിസ്ഥാനരഹിതമെന്ന CPM ഉയർത്തിയ പോസ്റ്റർ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പ്രാദേശിക CPM നേതാവ് ആക്രമിച്ചു, ഉത്തമൻ എന്ന ആൾ ആക്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ ഈ പരാതി വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ എന്തിനാണ് നിലവിൽ ഈ DGPയായി പുതിയ പോലീസ് മേധാവിയായി പ്രഭാത ചന്ദ്രശേഖർ ചുമതലയേറ്റ ഇന്ന് തന്നെ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന അദ്ദേഹം അവിടത്തേക്ക് എത്തിയത് എന്നതിലാണ് നിലവിൽ എന്തായാലും വ്യക്തതയില്ലാത്തത്. അദ്ദേഹവും അത് ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയൊരു പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു പരിപാടിയിൽ മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് അദ്ദേഹം എത്തിയത്. അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. പോലീസ് മേധാവി ചുമതലയെടുക്കുന്ന ദിവസം തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ പേരിൽ ആ ഹാളിലേക്ക് എത്തുന്നു, അവിടെ ബഹളം വെക്കുന്നു, തുടർന്ന് പോലീസുകാർ അദ്ദേഹത്തെ വിസിറ്റേഴ്സ് റൂമിലേക്ക് മാറ്റുന്നു. അത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി എന്ന് പറയുന്നത് താൻ വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുകയായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് താൻ ഈ ഹാളിലേക്ക് എത്തിയത് എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ പരാതി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത അദ്ദേഹം നൽകിയിട്ടില്ല. ജിൽസി.